ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി പോകണം. എനിക്കൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ ചെറിയൊരു ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നടന്നെന്ന് പറയാൻ ഗൈസ്. അങ്ങനെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ പുറത്തോട്ട് പോവുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ കല്ലോട്ട് വേണ്ടി പോകണം. കല്ലോട്ട് ചെന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ. എങ്ങനെ ഉണ്ടാകും? വെറുതെ ഇരിക്കണം, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. മാമൻ നോക്കണം, മാമൻ്റെ വണ്ടി കയറി കൊണ്ടില്ല. ഈ സാധനം നമ്മളിപ്പോൾ കളർ വയ്ക്കണം കേട്ടോ. കളർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കോട്ടും ഒരു ടൈര് ആവശ്യമുണ്ടല്ലോ. ഒരു കോട്ടും ഒരു ടൈര് ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ വെയിറ്റിംഗ്. ഇവിടെ മഴവില്ലാണ് കേട്ടോ. ഇവിടെ കലർത്ത അത്യാവശ്യം നല്ല സ്ഥലമാണ്. അത്യാവശ്യമല്ല, നല്ല സ്ഥലമാണ് മഴവില്ല. നമ്മളിതുകൊണ്ട് ആ സൈഡ് നമുക്കൊരു MGR സ്കൂളിലവിടെ പോയിട്ട് അവിടെ കിട്ടിയ സമ്മാനം കേട്ടോ. ആ സൈഡിൽ വീൽ കപ്പ് അന്നേ ഇല്ല. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു പുതിയ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വാപ്പ നേരത്തെ പറഞ്ഞായിരുന്നു. വീൽ കപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. നല്ല സെറ്റ് സ്ഥലമാണ്. അവിടെ എല്ലാവരും കുറച്ച് അധികം പേര് പോയതാണ്. പക്ഷേ എന്നാലും നമ്മൾ കൂടെ പോകുമ്പോഴേ അതിൻ്റെ ഫുൾഫിൽ ആവുള്ളൂ. പുള്ളിക്കാർ നമ്മളെ തിരക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും തിരക്കുന്നുണ്ട്. അപ്പം പോയേ പറ്റത്തുള്ളൂ. കാണാം ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കാണാം. ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ് കാണാം. ഞാൻ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഫോട്ടോയും കാര്യങ്ങളെടുത്ത് കോട്ടിട്ട ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. നല്ല ഫോട്ടോ. എൻ്റെ ഫോട്ടോ ആയതുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ പയ്യനെ കാണണമല്ലേ, അവനൊന്ന് കാണണം കേട്ടോ. നമ്മുടെ നെസ്മൽ ബ്രോനെ ഒന്ന് കാണണം. കണ്ടിട്ട് വേണം നേരെ തിരിച്ച് വീട്ടിൽ പോകണം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന കേട്ടോ. എൻ്റെ പയ്യന്മാരൊക്കെ നിൽക്കുന്ന പരിപാടിയാണെന്ന് തോന്നുന്നത് കേട്ടോ. എൻ്റെ പയ്യന്മാരൊക്കെ നിൽക്കുന്ന പരിപാടിയാണ് ഇത്. നമ്മളെ കല്ലറ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഉള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ പയ്യന്മാരൊക്കെ ഇപ്പം ഫുള്ള് ഓണായിട്ടും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെ പയ്യനെ മാത്രം കാണാനില്ലേ. അവൻ ഒളിച്ചോടി പോയെന്നോട്. ചോറിക്കരുത് പാത്രത്തിൽ കൈയിട്ടോണ്ടിരിക്കും. ചെമ്പില് തലയിട്ടോണ്ടിരിക്കും കളി. എന്റെ ഇല അവിടെ കാണാനില്ല. ചെമ്പ് കാട്ടെടുത്താണ്. എന്റെ ദൈവമേ, ഇവിടെയാണോ എന്തോ അതും പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ മൂലയിലേക്ക് കിടപ്പുണ്ട് കേട്ടോ. പോകാൻ നേരത്തെ വിളിച്ചാൽ ചെറുക്കനെ കാണാൻ വേണ്ടി ഡിസപ്പോയിന്റ്മെന്റ് ആയല്ലോ. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സ്ഥലം മാറിപ്പോയി. കുറച്ച് ഇറങ്ങിയതൊക്കെ അടിയും കൂടെ കിട്ടിയത്. ചെറുക്ക വേറെ എവിടെയൊക്കെയായിട്ട് നിൽക്കുന്നത്, നമ്മള് വേറെ എവിടെയാണ് നിൽക്കുന്നത്. ഇവന്റെ കാര്യം നോക്കിക്കോണേ. ഇവൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. നമ്മള് ചുമ്മാ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. പക്ഷെ തേഞ്ഞ് ഒട്ടി മതി. ഇനി ആരും സ്ഥലത്തോട്ട് പോവാം. അങ്ങനെ അവൻ നിൽക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് കല്ലറ തന്നെ. പക്ഷെ സെറ്റ് കുഴപ്പമില്ല. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ആംബിയൻസ് മറ്റേ കാണുമോ അല്ലേ. നമുക്കറിയത്തില്ല ഇവന്മാര് ഇനി എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ വയ്യ. DJ പക്ഷെ DJ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സംഗതി. പക്ഷെ ഒന്നും കാണാൻ വയ്യ. മറ്റേ ലൈറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കാണാനൊന്നും വയ്യ. അങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവനെ. വരുന്നു മുണ്ടൊക്കെ എടുത്ത്. പയ്യൻ നല്ല കലിപ്പിലായിരുന്നു കേട്ടോ. വേറെ നല്ല പ്ലാൻ പ്രകാരം കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് പറഞ്ഞ് നല്ല കലിപ്പിലായിരുന്നു. അങ്ങനെ കുറച്ചു നേരമൊക്കെ വരുന്ന സംസാരിച്ച് പിന്നെ പറഞ്ഞ് പോട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തിരിച്ചവൻ പോയ കേട്ടോ. പ്ലീസ്, നമ്മളിപ്പം പാറയുടെ മണ്ടയിൽ വന്നിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഇവനും ഇന്ന് എന്താ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നടാ റിവ്യൂ? ചെറുക്കൻ കൈ നോക്കട്ടെ. എവിടെ കൈയാണേര് വടംവലി കളിച്ചിട്ടൊക്കെ വന്നേന്. നിനക്ക് എന്താ സമ്മാനം കിട്ടിയത്? വാഴക്കുല കൊല എന്നിട്ട് അവിടെ ഇന്ന് ചേർത്താ. അപ്പം അവനിന്ന് കൊല കിട്ടി. അത് ഒരു വലിയ കൊലയായിരുന്നു. അത് എത്ര ഉണ്ടായിരുന്നു കൊല? കൊറേ ഉണ്ടായിരുന്ന കൊല. പഴോ ടേസ്റ്റുള്ള പഴമാണത്. കുഴപ്പമില്ലേ? ഏതാണോ ഏത്തക്കൊലയാണ്? ചെറിയ പഴമായിരുന്നു ഗൈസ്. എല്ലാവർക്കും ഒരു ഇതാണല്ലോ, പഴങ്ങൾ എല്ലാവരും കഴിക്കട്ടെ അല്ലേ അല്ലേടാ? അതെ. നമ്മളിപ്പോൾ ഇതിൻ്റെ വണ്ടി വന്നിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി നേരത്തെ പറഞ്ഞാൽ തന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഗൈസ്, നമ്മളുടെ കല്ലറ ടൗണാണ് ഗൈസ്. നോക്കൂ, ഇത്രയും വലിയ ടൗണാണ്. ഇത് വേണം ഈ നാട്ടിൽ. ഇവിടെ വലിയൊരു ടൗണാണ്. സ്കൂളുണ്ട്, ഈ കാണുന്ന സ്കൂള്, ബസ് സ്റ്റാൻഡ്, പള്ളി. പിന്നെ ഇവിടെ എവിടെ എങ്ങോട്ട് ബിവറേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സൈഡിലെങ്ങോട്ട് വേണം ഒരു ബിവറേജ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്.
പിന്നെ SFC ഇതാണ്ട് ഇവിടെ ഒരു SFC ഉണ്ട്. ഇതൊക്കെ തന്നെ ഇവിടെയൊക്കെ ഉള്ളത് സെറ്റാണ്. കേസ് അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അവർ വിചാരിച്ചു നമ്മളിവിടെ പരിപാടിക്ക് എന്താ ചുമ്മാ കാണാൻ വേണ്ടി ആളെന്ന് വിചാരിച്ചു. അപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞ്. പക്ഷേ അതൊന്നും സീനില്ല. നമ്മൾ പറഞ്ഞ് നമ്മുടെ പയ്യൻ ഇതിൻ്റെ അകത്തുണ്ട്, നമ്മൾ ഡോൺ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് നോക്കിയില്ല. ഡോൺ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ്. അപ്പം നമ്മളെ പ്ലാനിൽ കാര്യങ്ങൾ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾ ഇന്ന് പോകാൻ പറ്റില്ല. വേറെ ഒന്നല്ല കേസ്, ഫുള്ള് ഡാർക്കായി പോയി. അല്ലേടാ? അതെ, പയ്യൻ താമസിച്ചായി. അങ്ങനെ അവനൂടെ വന്നിട്ട് പോയാൽ മതി നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞ് പോകാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി കയറും. നമ്മൾ നാളെ തന്നെ പോകും. അത് വേറെ കേസ്. നാളെ തന്നെ പോയി നമ്മൾ ആ സ്ഥലം കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് കുറച്ച് ലേറ്റായി പോയി കേസ്. ഇനി നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഇരുട്ടുമാകും, ക്യാമറയിലൊന്നും കിട്ടത്തുമില്ല. അതൊക്കെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ക്ഷീണിച്ചിരിക്കും. അതാണ്ട് തൊട്ട് ബാക്കിൽ നിന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വടംവലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊലയും പഴമൊക്കെ ചെന്നുകൊണ്ട് വന്നിരിക്കുകയാണ്. നല്ല മധുരമുള്ള പഴം അവൻ കഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് പറയണം, ഞാൻ മാത്രം ഇങ്ങനെ ചെലച്ചോണ്ടിരിക്കുന്നത്. അതാണ് അതെ അതാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം പയ്യൻ ഇപ്പം ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് തന്നെ പോകാൻ വേണം. ചായ കുടി അതൊക്കെ ഉണ്ട്. ഒബിയസ്ലി നമ്മൾ ഡെയിലി പരിപാടിയാണല്ലോ ചായ കുടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് തന്നെ പോകുന്നു. അപ്പം അതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. പയ്യൻ വരണം. നമ്മൾ ക്യൂവിൽ നിന്നില്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് കയറ്റി വിടായിരുന്നു. കുറച്ച് നേരം കെഞ്ചിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന് കയറ്റി വിട്ടു അല്ലേ? അതെ. നമ്മളിവിടെ ചായ കുടിക്കാണ്ട് ചെയ്യാട്ടോ. ഞാനിവിടെ ചായ കുടിക്കാണ്ട് ചെയ്യാനോ ബ്രോ. നമ്മളിവിടെ ചായ കുടിക്കാണ്ട് എന്തിരിക്കുകയാണ്. അത് പരിപാടിയൊക്കെ നല്ല അടപടലം മൂഞ്ച സ്ഥിതിക്ക് ഇപ്പോൾ തൽക്കാലത്ത് ചായയും കുടിച്ചിരിക്കാനുണ്ടല്ലേ? അതെ. ഇത് എട്ടാം അത്ഭുതമല്ല, ഇത് വലിയൊരു അത്ഭുതമായി തിരിക്കുന്നത്. എഗ് പപ്സിന് ഇവിടെ 20 രൂപയും ചിക്കൻ പപ്സിന് 15 രൂപയുള്ളൂ. നമ്മളെ കല്ലർ അതാണ്, പുരോഗമനമാണ് മറ്റുള്ള സ്ഥലത്തെ കാട്ടി അല്ലേ? പൈസ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് തന്നെ ഇപ്പോൾ വീഡിയോ എൻ്റെ കാര്യം വിചാരിച്ചു ഇവിടെ വെച്ച് അങ്ങനെ നാളെ ഇറങ്ങാൻ വിചാരിച്ചിരിക്കുന്നത്.